എന്ത് യോഗ്യതയാണുള്ളത്? ശ്മശാന നിലയോ അശുചി, അജ്ഞാത പിതൃകോ നിത്യം. ശ്മശാനത്തിൽ വസിക്കുന്ന ആളാണ്, എപ്പോഴും അശുചി. ശ്മശാനം ഒരിക്കലും ശുചിയായിട്ടുള്ളൊരിടമല്ല. അപ്പൊ ശ്മശാനത്തിൽ വസിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ തന്നെ അശുചിയാണ്. എന്നിട്ട് വഞ്ചനയോട് കൂടിയിട്ടാണ് എന്റെ പുത്രിയുടെ അടുത്ത് വേഷപ്രച്ഛന്നനായിട്ട് വന്നു, വിവാഹ അഭ്യർത്ഥന ചെയ്തു. എന്നാൽ ശരി, എന്റെ മകളുടെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ആ ശിവന് വിവാഹം ചെയ്തു കൊടുക്കാൻ നിശ്ചയിച്ചത്. നഹി മുഞ്ചാതി ലോകേസ്മിൻ ഗുണ സാംസിദ്ധിഗോചനം. മനുഷ്യർക്ക് ഈ ജന്മനാ ഉള്ളതൊന്നും പോവില്ല എന്നാ പറയാ. നമുക്ക് ജനിക്കുമ്പോൾ തന്നെ ചില ഗുണദോഷങ്ങളൊക്കെ ഉണ്ട്, ചില പ്രകൃതം, ചില സ്വഭാവ ദൂഷ്യം, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായ ചില സംഗതികൾ. അത് ഗുണാണെങ്കിലും ദോഷാണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതങ്ങനെ പോവില്ല. ഇവിടെ വേഷപ്രച്ഛന്നനായിട്ട് വന്നു, തന്റെ പുത്രിയെ കബളിപ്പിച്ചു, തന്നെ കബളിപ്പിച്ചു. ഇങ്ങനെയെല്ലാം ദേഷ്യപ്പെട്ടുകൊണ്ട് ശിവനിന്ദയെ ചെയ്തിട്ടാണ് എല്ലാവരോടും പിരിഞ്ഞു പൊക്കോളൂ, നിങ്ങൾ ഇനി എന്താണ് അവിടെ കാത്തു നിൽക്കുന്നത്, എന്റെ മകളുടെ വിവാഹം മുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷൻ എല്ലാവരെയും അടക്കി അയച്ചു എന്നാണ്. എന്തായാലും ആ ശിവനിൽ ഒരു വിദ്വേഷം ദക്ഷന് വളരാൻ ഇത് കാരണമായി എന്നാണ് പറയുക. ഏവം ബഹുതിഥേ കാലേ ഗതേ ദാക്ഷായണിം ശിവാം തപശ്ചരന്തിം സുമഹൽ കൃശാംഗിം നിയമേനതാം. പിന്നെയും വളരെ കാലം തപസ് ചെയ്യുന്നതായിട്ടുള്ള ആ ദേവിക്ക്, ദാക്ഷായണിക്ക്, ദക്ഷപുത്രിയായിട്ടുള്ള സതിക്ക്, ആ ദേവിയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ജട ധരിച്ച് രുദ്രാക്ഷമാലയും ഭസ്മവും കപാലമാലയും ഒക്കെ ധരിച്ച്, കപാല മാലസഞ്ചൂടോ ധൃതശൂല കപാലവാൻ ശിഞ്ചൽ നൂപുരമഞ്ജീരനാദനാദിതദിങ്മുഖ ധൃതകാഷായവസന ശംഭു സത്രസമായൂതം ദൃഷ്ട്വാ താപസശ്രേഷ്ഠ സമുദ്ധായ കൃതാഞ്ജലി. അങ്ങനെ ഭസ്മരുദ്രാക്ഷധാരിയായിട്ട് ഭഗവാൻ ഈ സതീദേവി തപസ് ചെയ്യുന്ന ആ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. വീണ്ടും തന്റെ മുന്നിൽ കഷായ വസ്ത്രധാരിയായിട്ടുള്ള ആ ആളെ കണ്ട് വേഗം സ്വീകരിച്ചു, അർഘ്യഭാദ്യാദികളൊക്കെ ചെയ്തു. അപ്പോഴേക്കും ദേവന്മാരൊക്കെ പെരുമ്പറ വാദ്യങ്ങളെ മുഴക്കാൻ തുടങ്ങി. മറ്റ് ബ്രഹ്മാദി ദേവന്മാരൊക്കെ അവിടെ എത്തിച്ചേർന്നു, പുഷ്പവൃഷ്ടി ചെയ്യാൻ ആരംഭിച്ചു. ഭഗവാൻ തനിക്ക് വീണ്ടും ദർശനം നൽകി എന്ന് കണ്ടിട്ടാണ് ദേവിക്ക് വലിയ സന്തോഷമായി. വേഗം നമസ്കരിച്ചു, സ്തോത്രങ്ങളെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, തെറ്റിദ്ധാരണ കൊണ്ടാണ് എനിക്ക് ആദ്യം അങ്ങയെ ഒന്ന് നിന്ദിക്കേണ്ടി വന്നു. അങ്ങനെ ക്ഷമാപണം ചെയ്ത് വീണ്ടും സ്തുതിച്ചു. എന്തായാലും അവിടെ വെച്ചിട്ടാണ് ഭഗവാൻ രണ്ടാമതാണ് ആ സതിയെ കൈപിടിച്ചു. എന്നിട്ട് വാമപാർശ്വത്തിൽ ഇരുത്തിക്കൊണ്ട് അവിടുന്ന് കൈലാസത്തിലേക്ക് പോവുകയും ചെയ്തു എന്നാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വാസ്തവത്തിൽ ദക്ഷന്റെ ഉള്ളിൽ ശിവനോടുള്ള വിദ്വേഷം അതങ്ങനെ തുടരുകയാണ്. അതിന് മറ്റൊരു കാരണമാണ് ഇവിടെ പറഞ്ഞത്. എന്തായാലും ഇതേപോലെ തന്നെ ശിവനിന്ദയെ ചെയ്യുന്നതായ ദക്ഷനെക്കുറിച്ച് ഇപ്പൊ നമ്മൾ ദക്ഷയാഗം കഥ ഭാഗവതത്തിലോ ശിവപുരാണത്തിലോ ഒക്കെ കാണുന്നതും ആ രീതിയിൽ തന്നെയാണ്. ശിവനിന്ദയെ ചെയ്യാൻ കിട്ടിയ ഒരു സന്ദർഭം ദക്ഷൻ ഉപയോഗിച്ചു എന്ന് തന്നെയാണ്. ഇപ്രകാരം ദക്ഷപുത്രിയായിട്ടുള്ള സതിയെ ഭഗവാൻ പിന്നീട് സ്വീകരിച്ചു.
അപ്പൊ ഇവിടെ ദേവന്മാരും മഹർഷിമാരുമൊക്കെ ദക്ഷനെ ഉപദേശിക്കുന്നുണ്ട്. അങ്ങയുടെ പുത്രിയെ ശിവന് നൽകിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ആ സതി ശിവനെ തന്റെ ഭർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തനിക്ക് ഹിതമല്ലാത്തത് സംഭവിച്ച ശേഷം, ഒരച്ഛന് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് കൊടുക്കേണ്ടി വന്നു. ഒന്നുകിൽ മകളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാവാം. അത് കഴിഞ്ഞിട്ട് പിന്നെ തന്റെ മകളുടെ ഭർത്താവിന്റെ കുലം, അതിന്റെ മഹിമ, അയാളുടെ യോഗ്യതകൾ, ഇതിനെക്കുറിച്ച് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല, അതേക്കുറിച്ച് പരാതിപ്പെട്ടിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഇനി ദൂഷണം ചെയ്യരുത്. ആ മഹാദേവൻ, ആ ശ്രീ പരമേശ്വരൻ ആരായിക്കൊള്ളട്ടെ, ഒരിക്കലും അങ്ങനെ ദൂഷണം ചെയ്യരുത്. അങ്ങ് ഒരു കാര്യം ചെയ്യൂ, ഉപദേശിക്കുകയാണ് മറ്റുള്ളവർ. അങ്ങ് പോയിട്ട് ആ സതിയെയും അതുപോലെ ശ്രീപരമേശ്വരനെയും പോയി കാണൂ, സന്ധി ചെയ്യൂ. അങ്ങനെ എല്ലാവരുടെയും ഉപദേശം കേട്ടപ്പോൾ ദക്ഷൻ കുറച്ചൊന്ന് സ്വസ്ഥനായി തീർന്നു. എന്നിട്ട് അവിടുന്ന് കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോഴാണ് ഗോപുരത്തിൽ ദ്വാരപാലകന്മാര് തടഞ്ഞു നിർത്തിയെന്നാണ് പറഞ്ഞു. അകത്ത് ഭഗവാന്റെ അനുമതി കിട്ടിയാലേ ആർക്കാണെങ്കിലും കടന്നു പോവാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ പോയി ഭഗവാനോട് അനുമതി തേടിയിട്ട് വരാം, അതുവരെ ഇവിടെ കാത്തു നിൽക്കൂ. അപ്പോഴാണ് ദക്ഷൻ അല്പം ഒരു ധാർഷ്ട്യത്തോടുകൂടി, അല്ലെങ്കിൽ ഒരു അനിഷ്ടം, നമ്മളൊരിടത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ബന്ധമുള്ള ഇടമാണ്, പരിചയമുള്ള ഇടമാണ്. അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ മുൻപിലൊരാൾ തടഞ്ഞു നിർത്തിയിട്ട് ഇപ്പൊ പോവാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കും ഒരു അഭിമാനക്ഷതം സംഭവിക്കും അവിടെ. അപ്പൊ ദക്ഷൻ പറഞ്ഞു, എന്റെ പുത്രിയായിട്ടുള്ള സതിയെയാണ് ആ മഹാദേവൻ വിവാഹം ചെയ്തിട്ടുള്ളത്. ഞാൻ സതിയുടെ പിതാവാണ്. അപ്പം ഞാൻ എന്റെ മകളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നൊക്കെ അല്പം ധാർഷ്ട്യത്തോടുകൂടി, അല്പം ഈർഷ്യയോടുകൂടിയിട്ട് ദക്ഷൻ പറയുന്നു. അപ്പൊ ദക്ഷന്റെ ആ കോപത്തോടു കൂടിയിട്ടുള്ള വാക്ക് കേട്ട് അവര് പറഞ്ഞു, ശിവഗണങ്ങൾ പറഞ്ഞു, അങ്ങ് ഇത്തരത്തിൽ പെരുമാറുന്നത് ശരിയല്ല. അങ്ങയ്ക്കുണ്ടായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേർന്നത് ഏതൊരു മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണോ? പക്ഷെ അത് മനസ്സിലാക്കാതെ അങ്ങ് ഇപ്പോഴും ശിവനിന്ദയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങ് കാത്തു നിൽക്കാൻ തീർച്ചയായിട്ടും ബാധ്യസ്ഥനാണ്. നമ്മളൊരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാളുടെ അനുമതി കിട്ടിയിട്ട് വേണമല്ലോ നമുക്ക് കാണാൻ. അതുകൊണ്ട് കാത്തു നിൽക്കൂ. അങ്ങ് ആ മഹാദേവനെ ആദരിക്കുന്നുവെങ്കിൽ, ബഹുമാനിക്കുന്നുവെങ്കിൽ അനുമതിക്ക് ശേഷം കാണുകയാണ് വേണ്ടത്. എന്തായാലും അപ്പോഴേക്കും സതീദേവിയുടെ ഒപ്പമുള്ള സഖിമാരൊക്കെ ആ ദക്ഷന്റെ അടുത്ത് വന്നു. അവര് വേഗം ദക്ഷനെ സ്വീകരിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ തുടങ്ങി. ദക്ഷന് ഈ അനിഷ്ടം വീണ്ടും കൂടാൻ കാരണം, ശിവനോടുള്ള വിദ്വേഷം കൂടാൻ കാരണം, ആദ്യം വിവാഹം നടത്താൻ നിശ്ചയിച്ച സമയത്ത് അവിടേക്ക് വന്നില്ല, അഥവാ വന്നുവെങ്കിലും വിവാഹം ചെയ്യാതെ അവിടുന്ന് മടങ്ങിപ്പോയി. എന്നിട്ട് തന്റെ പുത്രി തപസ് ചെയ്യുന്ന സമയത്ത് ആ താപസ ആശ്രമത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെ ഒരു യോഗ്യതയുള്ളവർ ചെയ്യുന്ന കാര്യമല്ല.